ഞാൻ ഓർക്കുമായിരുന്നേ, ഒരു 2 ദിവസം കണ്ടില്ലെങ്കിൽ നിങ്ങളെന്നെ മറന്നു പോകുന്നുള്ളതല്ലേ. എന്ത് മനുഷ്യരാ നിങ്ങൾ. ഞാൻ നിങ്ങളാരെയും മറക്കുന്നില്ലല്ലോ, എന്നിട്ട് നിങ്ങൾ എന്നെ മറന്നുപോയോ? ജോലി ആയോണ്ടല്ലേ. ജോലിക്ക് പോയില്ലെങ്കിൽ എങ്ങനെ ഞം കഴിക്കുന്നേ? അതുകൊണ്ടല്ലേ പോകുന്നത്. ഇന്നലെയും ജോലിയുള്ളൊരു ദിവസമായിരുന്നു. ഇന്നും എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ജോലിക്കെല്ലാം ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇപ്പം ഞാൻ കോഫി കുടിച്ച് ഞാൻ മാത്രം വഷളായി പോരല്ലോ, കൂടെ ഉള്ളവരെയും വഷളാക്കണ്ടേ. അങ്ങനെ വഷളാക്കാൻ കൊണ്ടുപോയതാണ് ചിന്നുവിനെ. ഇത് കാണുമ്പോൾ ഇവരുടെയൊക്കെ പേരൻസ് എന്നോട് പറയുമല്ലേ, ഈ കുടിയന്മാരുടെ കൂട്ടുകാരോട് പറയുന്നല്ലേ, നീ മാത്രം പോയി നശിച്ചാൽ പോരെ, എന്തിനാടാ ഞങ്ങളുടെ കൊച്ചുങ്ങളെയും കൂടെ കൊണ്ട് നശിപ്പിക്കുന്നത് ചോദിച്ചാലേ, നീ മാത്രം പോയി കുടിച്ചാൽ പോരെ, എന്തിനാ ഞങ്ങളുടെ കൊച്ചിനെയും കൂടെ കുടിപ്പിക്കുന്നത് ചോദിക്കുമായിരിക്കും അല്ലേ. കോഫി കുടിക്കുന്ന വലിയ കുഴപ്പമൊന്നുമില്ല, നീ കോഫി ആരോഗ്യത്തിന് നല്ലതെന്നല്ലേ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകുന്നേരത്തെ ഞങ്ങളുടെ കോഫി ബ്രേക്കിന് നേരെ നമ്മുടെ കോഫി ഷോപ്പിൽ പോയി. പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. പക്ഷേ ചിന്നുവിന് നല്ല സ്വീറ്റ്സ് കഴിക്കാനുള്ളൊരു ക്രേവിങ്സ്. അവിടുന്ന് അങ്ങനെ ഒരു സിനമൺ റോള് വാങ്ങിച്ച്, നമ്മൾ പിന്നെ മധുരത്തിൻ്റെ ആളൊന്നും അല്ലാത്തതുകൊണ്ട് മധുരമൊന്നും എടുത്തില്ല, പക്ഷേ കോഫി എടുത്തു. അതില്ലാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ കോഫി ഊതി കുടിച്ചു, ചിന്നു സിനമൺ റോളും കഴിച്ചു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കോഫിയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചുപോയി. ഞാൻ മുമ്പേ പറഞ്ഞു വന്നതേ, നമുക്ക് ജോലിയാണേൽ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും കൂടത്തില്ല. ഇന്ന് ഞാൻ രാവിലെ പോയിട്ട് വന്നപ്പോൾ വരെ എൻ്റെ യൂട്യൂബ് എങ്ങനെ ഇരുന്നോ അതുപോലെ എന്ന് വെച്ചാൽ അനങ്ങിയില്ലെന്ന്. ഒരൊറ്റ സബ്സ്ക്രൈബേഴ്സ് കൂടിയില്ല. അതെന്താ അങ്ങനെ? എന്നെ മറന്നാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എന്നെ മറന്നാലും വിശാല മനസ്കനായ ആശാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ജോലി കഴിഞ്ഞ് വന്നിട്ട് TV കാണാനിരുന്നതാണ്, പക്ഷെ ഉറങ്ങിപ്പോയി. ഇതിനകത്ത് ഒരു തരി അഭിനയം ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഈ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് മൂവി ടൈമിന് ഇരിക്കാൻ വലിയ പാടാന്നേ. നമ്മൾ ഈ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കഷ്ടപ്പാട് ബാക്കിയുള്ളവർക്ക് അറിയാം, പ്രത്യേകിച്ചും IT കാർക്ക് അറിയാൻ ഒട്ടും മടിയില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി ഇതിൻ്റെ പേരിൽ ആരും എന്നെ ഏറെ കയറ്റിയേക്കരുത്. അപ്പോൾ ശരി, എന്നാൽ വേറെ വിശേഷമൊന്നുമില്ല, പോയിച്ചു വരാം.